എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നേരുള്ളവർക്ക് യഹോവ എന്ത് വാഗ്ദത്തം ചെയ്യുന്നുവെന്ന് ശ്രവിക്കാം. സങ്കീർത്തനം 11:7. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. ഈ സങ്കീർത്തനം ദാവീദിൻ്റേതാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ദുഷ്കരമായ സമയങ്ങളിൽ ഒരുപക്ഷെ അവൻ്റെ ശത്രുക്കൾ അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദാവീദ് കർത്താവിൽ തൻ്റെ അഭയം ഉറപ്പിക്കുന്നതോടെയാണ് ഇത് ആരംഭിക്കുന്നത്. സങ്കീർത്തനം ദുഷ്ടന്മാരുടെയും നീതിമാന്മാരുടെയും പ്രവർത്തനങ്ങളെ വ്യത്യസ്തമാക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയെയും നീതിയോടെയുള്ള അവൻ്റെ പ്രതിബദ്ധതയെയും ഉയർത്തിക്കാട്ടുന്നു. ദുഷ്ടന്മാർ വിജയിച്ചതായി തോന്നുന്നുണ്ടെങ്കിലും ദൈവം ആത്യന്തികമായി നീതിയെ ഉയർത്തിപ്പിടിക്കുമെന്ന് ദാവീദ് കഷ്ടപ്പാടുകൾക്കിടയിലും തൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. സങ്കീർത്തനം മുഴുവൻ നീതിമാന്മാരോടും ദുഷ്ടന്മാരോടും ഇടപഴകുന്നതിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെയും നീതിയെയും ഊന്നി പറയുന്നു. ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അഗാധമായ ഒരു സത്യം ഡേവിഡ് സ്ഥിരീകരിക്കുന്നു. നീതിമാനായ കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു എന്ന വാചകം അർത്ഥമാക്കുന്നത് ദൈവം സ്വഭാവത്തിൽ നീതിമാനും നീതിയോടെ അചഞ്ചലമായ സ്നേഹമുള്ളവനുമാണ് എന്നാണ്. അവൻ്റെ പ്രവൃത്തിയും ന്യായവിധിയും എപ്പോഴും നീതിയും ശരിയുമായി യോജിപ്പിച്ചിരിക്കുന്നു. നീതി നിലനിൽക്കുന്നതിൽ അവൻ സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം അവൻ്റെ സ്വഭാവമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു. അവൻ പാപമോ അനീതിയോ സഹിക്കില്ല, എന്നാൽ അവൻ എപ്പോഴും ശരിയായതിലേക്ക് ചായുന്നു. അവൻ്റെ മുഖം നേരുള്ളവരെ കാണുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. മുഖം എന്നത് ദൈവത്തിൻ്റെ മുഖമോ സാന്നിധ്യമോ ആണ്. ദൈവം നേരുള്ളവരെ അവൻ്റെ വഴികൾ അനുസരിച്ച് ജീവിക്കാനും നീതി അന്വേഷിക്കുന്നവരെ നിരീക്ഷിക്കുകയും പ്രത്യേകം പരിപാലിക്കുകയും ചെയ്യുന്നു. അത് നീതിമാന്മാരോടുള്ള ദൈവത്തിൻ്റെ സജീവമായ ശ്രദ്ധയും അംഗീകാരവും പ്രതിഫലിപ്പിക്കുന്നു. അവർക്ക് സംരക്ഷണവും പ്രീതിയും വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ നീതിയുള്ള വിശ്വാസം ദൈവം എപ്പോഴും നീതിമാന്മാരെ ഉയർത്തിപ്പിടിക്കും എന്ന പ്രഖ്യാപനമാണ്. ദൈവത്തിൻ്റെ ധാർമ്മിക നിലവാരങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ നീതിയോടെ ജീവിക്കുക. ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റമില്ലാത്തതാണെന്നും നീതിമാന്മാരോടുള്ള അവൻ്റെ പ്രതിബദ്ധത ഒരിക്കലും ന്യായമായത് ചെയ്യുന്നതിൽ പരാജയപ്പെടില്ലെന്നും തിരിച്ചറിയുക. നീതിമാന്മാർക്കുള്ള പ്രത്യാശ ദൈവത്തിൻ്റെ പ്രീതി നേരുള്ളവരിൽ അധിവസിക്കുന്നുവെന്നും തക്ക സമയത്ത് പ്രതിഫലം നൽകുമെന്നും ഉറപ്പ് നൽകുന്നു. സ്നേഹപിതാവേ, അവിടുത്തെ അന്തർലീനമായ നന്മയിലും നീതിയിലും ആശ്രയിക്കാനും അങ്ങയുടെ വഴികളിൽ വിശ്വസ്തത പുലർത്താനും അവസാനം അങ്ങ് എല്ലാം ശരിയാക്കുമെന്ന പ്രതീക്ഷയിൽ വിശ്രമിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.